വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പിന്നെ ശാലിനിയാണെങ്കിൽ ശിവൻ്റെ ആ വിഷ്ണുവിൻ്റെ ജീപ്പിലേക്ക് തന്നെയാണ് കയറിയിരിക്കുന്നത്. രാമേട്ടൻ്റെ വണ്ടിയിലല്ല പോകുന്നത്. അതിനുശേഷം ശിവനോട് പറയുന്നുണ്ട്, പടയും പട്ടാളവും ഒക്കെ ആയിട്ട് വന്നിട്ട് എന്തായി, ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുകയാണ്. അവസാനം ശിവനാണെങ്കിൽ നിർമ്മലയോട് പറയുന്നുണ്ട്, അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് അമ്മയോട് ചോദിക്കുന്നത്. ചന്ദ്ര എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രകാശമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് ചിലപ്പോൾ അച്ഛൻ്റെ വാശി ജയിക്കുമായിരിക്കും, പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ മകളെ നഷ്ടപ്പെടും, എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചന്ദ്രയെന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ഇവിടെ ഇതൊന്നും ഏൽക്കില്ല, നീ വന്ന വഴിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നു, എൻ്റെ മകളെ ഞാൻ തന്നെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ആ ഒരു കല്യാണത്തിൻ്റെ അന്ന് മാത്രമേ അവളെ പുറത്തിറക്കുകയുള്ളൂ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം അച്ഛാ, ഇതൊന്നും ഇവിടെ കൊണ്ട് തീരുമെന്ന് അവസാനിക്കുമെന്ന് കരുതണ്ട, ഇതിനെല്ലാം കണക്ക് ചോദിക്കേണ്ടി വരും, പലിശ സഹിതം പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ശിവനാണെങ്കിൽ കൈ ചൂണ്ടി സംസാരിച്ചിട്ട് തിരികെ ജീപ്പിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. ശാലിനി ആകെ ദേഷ്യത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അന്നേരം സെക്യൂരിറ്റിയോട് പിന്നെ ഗേറ്റ് അടയ്ക്കാൻ പറയുന്നുണ്ട്, ഒരു ഈച്ച പോലെ ഇതിനകത്തേക്ക് കയറരുത് എന്ന് പറയുകയാണ്. എന്നിട്ട് നിർമ്മലയോട് പറയുന്നുണ്ട്, മകനൊപ്പം പോകണോ അതോ എന്നോടൊപ്പം താമസിക്കണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്വാമിയെന്ന് വിളിച്ചുകൊണ്ട് സ്വാമിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. നിർമ്മലയ്ക്കൊന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ ഭാമയും പിന്നെ പിള്ളയും പൊന്നിയൊക്കെ ഉമ്മർത്ത് അവിടെ ഞൊട്ടൊക്കെ നടക്കുകയാണ്. എത്ര നേരമായി വിളിച്ചിട്ട് ഇപ്പോൾ വരുമെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ പിള്ളയോട് ചോദിക്കുകയാണ്. അന്നേരം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഉപേന്ദ്രൻ സാർ കൂടെ ഉണ്ടോ അല്ല എന്നൊക്കെ പൊന്നിയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആര് കൂടെ ഉണ്ടെങ്കിൽ എന്താ, ഇനി ഹോസ്പിറ്റലിലെങ്ങാണ്ട് അഡ്മിറ്റ് ചെയ്ത് കാണുമെന്നൊക്കെ പറഞ്ഞ് ഭാമ ആകെ ടെൻഷനിലാണ്. പക്ഷേ ഈ അന്നേരം പിള്ള പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇപ്പോൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ഉപേന്ദ്രൻ്റെ വണ്ടി വരുന്നുണ്ട്. ഉപേന്ദ്രൻ കാറിൽ നിന്ന് ആകെ സന്തോഷത്തിലൊക്കെയാണ് ഇറങ്ങുന്നത്. കുഴപ്പമൊന്നുമില്ല, കൃത്യസമയത്ത് ഞാൻ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവൻ നേരെ പിടിച്ചിറക്കി ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം എന്ത് പണിയാണ് രാഘവേട്ട കാണിച്ചത്, ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രൻ അങ്ങോട്ടത്തേക്ക് ഇരിക്കുന്നുണ്ട്, ആരും പറയുന്ന പോലും ഇല്ല. എന്നിട്ട് പറയുകയാണ്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അവിടെ അടിയും ബഹളവും ഒക്കെ ആയിരുന്നു, ഞാൻ ചെന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. അന്നേരം എന്തിനാ പോയതെന്നൊക്കെ ഇങ്ങനെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം നീയല്ലേ പറഞ്ഞത് വിഷ്ണുവൊക്കെ വഴിയിലാണ്, ജീപ്പ് കേടായിരുന്നു, ഞാൻ അവരെ കൊണ്ടുവരാൻ പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കാശില്ലാതെയാണ് ഏട്ടാ ഓട്ടോ വിളിക്കുന്നത്, അത് സുഖമില്ലാത്തതാണെന്ന് അവർ നോക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഉപേന്ദ്രൻ പറയുന്നതൊന്നും ഭാമ അങ്ങോട്ട് കണക്കിലെടുക്കുന്നില്ല. എന്നിട്ട് എന്തായാലും വിഷ്ണു ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് കാശ്, അവർ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം പിള്ള പിടിച്ച് അകത്തേക്കും കൊണ്ടുപോവുകയാണ്. ഭാമയാണെങ്കിൽ ഉപേന്ദ്രനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഏട്ടത്തിന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടന് മാനസികമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഓർമ്മക്കുറവ് മാത്രമല്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം, മലേഷ്യയിൽ കൊണ്ടുപോയി ചികിത്സിക്കാം, അവിടെ ആകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടല്ലോ, ഞാനും രോഗിയാണല്ലോ, ഏട്ടൻ്റെ അസുഖം ചികിത്സിച്ചാൽ മാറും, പക്ഷേ എനിക്കത് ചാൻസ് പോലും ഇല്ലല്ലോ, ഏട്ടത്തെയും കൂടെ പോര്, അവിടെ ആകുമ്പോൾ പണമൊക്കെ ഞാൻ മുടക്കിക്കോളാം, എനിക്കെന്തിനാ പണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഭാമ അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോവുകയാണ്. അന്നേരം വീണ്ടും പിന്നെ രാഘവൻ നായരോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ, പിള്ളയെ കൂടെ കൊണ്ടുപോയിരുന്നില്ലേ, ഒറ്റയ്ക്ക് എന്തിനാ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം വീണ്ടും ഉപേന്ദ്രൻ അകത്തേക്ക് കയറുകയാണ്. ഏട്ടനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും, നീർക്കൊട്ട് ഉണ്ടാവാതിരിക്കും, എന്നിട്ട് പിന്നെ വഴക്കൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അടുത്തേക്ക് ചെന്നിങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. രാഘവൻ നായർ സെറ്റിയിരിക്കുമ്പോൾ, ഏട്ടാ എങ്കിൽ ഞാൻ പോയിട്ട് വരാം, പിന്നെ ഒരു ദിവസം വരാം, എന്നിട്ട് നമുക്കൊരു യാത്ര പോകാൻ പറ്റുമെങ്കിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവൻ നായർ നെറ്റിയിലേക്ക് പിടിച്ച് മുത്തുമൊക്കെ കൊടുക്കുന്നുണ്ട്. ഭാമയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ആകെ ദേഷ്യം. പിള്ളയും പൊന്നി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർക്ക് ആകെ അങ്ങ് സന്തോഷം. ശരി ഞാൻ പോയിട്ട് വരാം, ഏട്ടത്തി പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഭാമ മുഖം തിരിക്കുകയാണ്. പക്ഷെ ഈ ഭാമ നോക്കാതിരിക്കുമ്പോൾ ഉപേന്ദ്രൻ്റെ മുഖമാണെങ്കിൽ ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു എന്തോ കൈയടക്കിയ സന്തോഷത്തിൽ ഉപേന്ദ്രൻ അങ്ങ് തിരികെ കാറി കയറി പോവുകയാണ്. അന്നേരം രാഘവൻ നായർ അതൊക്കെ ഇങ്ങനെ അകത്തുനിന്ന് നോക്കിയിരിക്കുന്നുണ്ട്. അന്നേരം ശുദ്ധന സഹോദര സ്നേഹമുണ്ട്, അപ്പോൾ ആളാകെ മാറി എന്നൊക്കെ പറയുമ്പോൾ ആരെ വിശ്വസിച്ചാലും ഈ ഉപേന്ദ്രനെ വിശ്വസിക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല അവന് സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഇവിടെ ആകുമ്പോൾ ഭാമ ആകപ്പാടെ ദേഷ്യത്തിലും ഇരിക്കുന്നുണ്ട്. ഇതേ സമയം ജീപ്പിൽ പോകുന്ന ശാലിനി പറയുന്നുണ്ട്, എന്നെ കരുണ ഹോസ്പിറ്റലിൽ അവിടെ ഇറക്കിയാൽ മതി, വെയിറ്റ് ചെയ്യേണ്ട, പൊയ്ക്കോളൂ എന്ന് പറയും, അങ്ങ് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പെങ്ങൾക്ക് വാക്ക് കൊടുത്തിരിക്കുകയല്ലേ, മറുവശത്ത് എതിർവശത്ത് അച്ഛനല്ലേ, എങ്ങനെ വാക്ക് പാലിക്കുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം വാക്ക് കൊടുത്തത് ശിവനാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എതിർവശത്ത് അച്ഛനായാലും അമ്മാവനായാലും ഞാനത് വാക്ക് പാലിച്ചിരിക്കും, ഇത് ശിവോഹമാണ്, എനിക്കിത് നിയോഗം, അതൊന്ന് മനസ്സിൽ കരുതിയാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് ശിവൻ ഡയലോഗ് പറയുന്നുണ്ട്. ശാലിനി അത് കേട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം തിരികെ പോകുന്ന ഉപേന്ദ്രനാണെങ്കിൽ സുസ്മിതയെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ശത്രുവശത്ത് കയറിക്കൂടാനുള്ളൊരു പുതിയ വിദ്യ കിട്ടിയിട്ടുണ്ട്, എനിക്കിവിടെ ഏത് സമയത്തും അവിടെ കയറി ചെല്ലാം, പുതിയ ആയുധമാണെന്നൊക്കെ പറയുമ്പോൾ പിന്നെ വിഷ്ണു നഷ്ടപ്പെട്ടതുപോലെ ആ വീട്ടിൽ നിന്ന് ഓരോരുത്തരും നഷ്ടപ്പെടണം, ശാലിനിയുടെ അതിലാണ് സത്യഭാമ വരെ ഇപ്പോൾ പത്തി വെച്ചിരിക്കുന്നത്, ശാലിനി കൂടി ഇല്ലാതാവണം, നമുക്കിനി ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കണ്ടെത്തേണ്ടത്, വിഷ്ണു എവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്താനുള്ള ആ ഒരു ശ്രമത്തിൽ തന്നെയാണ്. അപ്പോൾ ഇനി യുദ്ധകളത്തിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് എത്തിക്കഴിഞ്ഞു, ഇനി ഒരു ബ്രഹ്മാസ്ത്രം കൂടി പ്രയോഗിക്കേണ്ട
കൊണ്ടുവരേണ്ട ആവശ്യമേ ഉള്ളൂ, മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ആയുധം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കൃത്യസമയത്ത് പ്രയോഗിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എരിഞ്ഞടങ്ങണം എന്നൊക്കെ സുസ്മിതയും തിരിച്ചു പറയുന്നുണ്ട്. അവരുടെ പുതിയ പദ്ധതിയൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ശിവനാണെങ്കിൽ ശാലിനിയെ ഹോസ്പിറ്റലിന് മുന്നേ ഇറക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ശാലിനി ഇങ്ങനെ തലയെ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശിവനോട്. ശിവൻ ഇങ്ങനെ തലയെ കുലുക്കുന്നുണ്ട്. ശിവൻ വണ്ടി എടുത്തും പോവുകയാണ്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റൽ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം അവിടെ ശാരദാമ്മ ശ്യാമയും ശരിയുണ്ട്. ശ്യാമ പറയുന്നുണ്ട് ഡോക്ടർ വന്ന് കണ്ടാൽ പോകാമെന്നാണ് പറഞ്ഞതെന്നുള്ളത്, വീട്ടിൽ ചെന്നാൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. വേറെ പണിയൊന്നും എടുക്കാൻ പാടില്ല. അന്നേരം ആരാ ഇപ്പോൾ പണിയെടുക്കുന്നത്, ചെന്നാലും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ, എന്നെ കൊണ്ട് പണി എടുപ്പിക്കുന്നതല്ലേ, ഞാനിതൊന്നും വരുത്തി വെച്ചതല്ലല്ലോ എന്നും പറഞ്ഞങ്ങോട്ട് ശാരിക ഒരു ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അന്നേരം ശ്യാമ പറയുന്നുണ്ട് ഇനി ചേച്ചി ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യേണ്ട എന്നുള്ളത്. ശാരദാമ്മ പറയുന്നുണ്ട് ശാന്തയോട് മുടങ്ങാതെ വരാൻ പറയാം, അപ്പോൾ പ്രസവമാകുമ്പോൾ ഞാനും ഇവളും മാറി നിന്നാലും ശാന്ത നന്നായിട്ട് ഹോട്ടലൊക്കെ നോക്കിക്കോളൂ എന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും അങ്ങോട്ട് ശാരികയാണെങ്കിൽ ആകപ്പാട് ഒരു ദേഷ്യത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും, വളർത്തും, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ശാലിനിയാണെങ്കിൽ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം വേദനയൊക്കെ മാറിയോ വല്യേച്ചിയും ചോദിക്കുമ്പോൾ പിന്നെ ശരീരത്തിൻ്റെ വേദന മാറി, പക്ഷേ മനസ്സിൻ്റെ വേദന ഇപ്പോഴുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം കുറച്ച് റിസ്ക് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്കൊക്കെ നോക്കാനായിട്ട് പാടാണെങ്കിൽ എന്നെ വല്ല അനാഥാലയത്തിനും കൊണ്ടാക്കും, ഞാൻ അവിടെ പൊയ്ക്കോളാം എന്ന് പറയുക. അന്നേരം ശാരദാമ്മയ്ക്ക് അങ്ങോട്ട് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. എങ്കിൽ ചെന്ന് കയറി കൊടുക്കടി, ആരാ നിന്നെ അവിടെ ഫ്രീ ആയിട്ട് നോക്കുന്നതെന്ന് അറിയാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി മിണ്ടാതിരിക്കമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പിന്നല്ലാതെ എത്ര നന്നായിട്ട് ചെയ്താലും ഇവരുടെ വായിന്ന് നല്ലൊരു വാക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഇപ്പോൾ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കുന്നത് നിങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ ആദ്യം കൊല്ലാനായിട്ട് നോക്കിയത് ആരാടി, എൻ്റെ മോളല്ലേ, നീ അതൊക്കെ ഇങ്ങ് മറന്നുപോയി, എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. ശ്യാമ ഇതൊക്കെ ശാലിനിയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. അന്നേരം അമ്മ ഇങ്ങോട്ട് വന്നേ, ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ ശാരദാമ്മയെ ഒരുവിധം സമാധാനിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതിനുമുമ്പേ ശാരദാമ്മ പറയുന്നുണ്ട് ആദ്യമേ കുഞ്ഞിനെ പ്രസവിച്ച് നീ വളർത്തി നിന്നോടൊപ്പം ആക്കാൻ നോക്ക്, എന്നിട്ട് നിൻ്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യുന്നത് പോരെ, അതിനെ ഭൂമിയിലേക്ക് എത്തിക്കാൻ നോക്ക് എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ശാലിനിയാണെങ്കിൽ ശാരദാമ്മയെ വിളിച്ചുകൊണ്ട് അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. ശാരിക അവിടെ ആകെ കരഞ്ഞും വിളിച്ച് ഇരിക്കുകയാണ്. അതിനുശേഷം ശാലിനി ശാരദാമ്മയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ട് കൈയും കൂട്ടിയിടിച്ചാലേ ശബ്ദം ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ പോയ കാര്യം എന്തായത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അത് പാപനാശിനിയിൽ ഒഴുക്കാനായിട്ട് സാധിച്ചില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് മുന്നേ ശാരദാമ്മ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഞാനും നീയും വിഷ്ണുവിൻ്റെ ചിതാഭസ്മം ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അന്നേരം അത് നിമഞ്ജനം ചെയ്യാനായിട്ട് പോയപ്പോൾ അത് പുഴയിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോയി എന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് അന്നേരമാണ് ഒരു ആശ്വാസമാകുന്നത്. ശാരദാമ്മ അതിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അന്നേരം എന്താ അമ്മ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ഒരിക്കലും അത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ, ജ്യോത്സ്യൻ അങ്ങനെയാണ് പറഞ്ഞത്, അതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ വന്നതൊക്കെ, ഒരിക്കലും ആത്മാവ് ഇപ്പോൾ മോക്ഷം കിട്ടി പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ്. ശാരദയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അന്ന് ആ നസീറിൻ്റെ ആ ഒരു കൊലപാതകത്തിലേക്ക് ആ നസീറുമൊക്കെ വെറുതെ വന്ന് കയറി പിടിമരണം വാങ്ങിക്കുകയല്ലേ ചെയ്തത്. പിന്നെ അതിനുശേഷം എത്രയോ സമാധാനമില്ലാത്ത രാത്രികൾ ഇനി എന്നും ശാരദയ്ക്ക് ഒരു തരത്തിലും ഇപ്പോൾ ശാരികയുടെ കുഞ്ഞും ഞാനും നീയും ഒക്കെ അനുഭവിക്കുകയല്ലേ, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് അനുഭവിക്കട്ടെ, ഒരുമിച്ച് അനുഭവിക്കാം, അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ശാരദാമ്മയെ കരയുകയും ആശ്വസിക്കുകയും സങ്കടം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാലിനിയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് ചെയ്യുന്നത്. ശാലിനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഡിസ്ചാർജ് അല്ലേ, വീട്ടിലേക്ക് പോകാം, ബാക്കി അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എന്താണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം മഹേന്ദ്രൻ്റെ ആ ഒരു ഫാം ഹൗസിലേക്ക് ശിവനാണെങ്കിൽ എന്നെ ജീപ്പ് ഓടിച്ച് കയറി ചെല്ലുന്നുണ്ട്. അന്നേരം അവരവിടേക്ക് ഇന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശിവൻ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ബോണറ്റിലേക്ക് എന്നെ ചാടി കയറിയിരിക്കുകയാണ്. അന്നേരം വിശ്രമവേളകൾ ആനന്ദകരമാക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അന്നേരം സാറ് പിന്നെ ഇങ്ങോട്ട് ഇവിടെ കയറാനായിട്ട് പാടില്ല, ഞങ്ങൾക്കത് തടയുമെന്നൊക്കെ പറയുകയാണ്. അന്നേരം ഞാൻ കയറിപ്പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കയറുന്നതിന് മുന്നേ പറയണ്ടേന്ന് പറയുകയാണ്. അന്നേരം മഹേന്ദ്രൻ സാറിനെ ഇതിനകത്ത് കയറ്റല്ലെന്നാണ് പറഞ്ഞത്, അങ്ങനെ കയറിയാൽ ഞങ്ങൾക്ക് തടയിടേണ്ടി വരുമെന്ന് പറയുകയാണ്. അന്നേരം അതിനാണല്ലോ നിങ്ങളിവിടെ ഇരുത്തിയിരിക്കുന്നത്, ഇങ്ങനെ ആരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ ജോലി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ അതിനല്ലേ ശമ്പളം തരുന്നത്, എൻ്റെയും കൂടി കാശല്ലേ നിനക്ക് ശമ്പളം തരുന്നത്, അപ്പോൾ വെറുതെ മേലനങ്ങാതെ ഇരുന്ന് കാശ് മേടിക്കേണ്ട എന്ന് പറയുകയാണ്. നീ അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, തുടക്കം ഞാനിടണമെങ്കിൽ ഇന്നാ വാങ്ങിച്ചോടാന്നും പറഞ്ഞിട്ട് ആദ്യം ഒരടി ശിവൻ തന്നെ അങ്ങോട്ട് അടിക്കുന്നുണ്ട്. തുടർന്ന് അവർ തങ്ങളിൽ എല്ലാവരും കൂടി പൊരിഞ്ഞടി നടക്കുകയാണ്. അവസാനം കൂടുന്നവരൊക്കെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതിൽ ഒരു ലാസർ മാത്രമാവുകയാണ് ചെയ്യുന്നത്. ലാസർ അവസാനം പറയുന്നുണ്ട് ഇനി എന്നെ തല്ലല്,
തല്ലിയ ഞാൻ ചത്തുപോകുമെന്ന് പറയുകയാണ്. അന്നേരം നീയൊക്കെ ചാവുന്നത് തന്നെയാണ് നല്ലത്. ആ കുന്നേപ്പള്ളി ലാസറിനെ കൈമന്നെ ഏതൊരു പേര് പറഞ്ഞിട്ട് അവനെ ഒറ്റയ്ക്ക് അവിടെ ഇട്ട് തല്ലിയുണ്ടല്ലേ നീ ഇവിടെ ജോലിക്ക് കയറിയത്. എന്നിട്ട് ഇപ്പോൾ നീയൊക്കെ എന്താ ഇടയ്ക്ക് കാണിച്ച് കൂട്ടുന്നത്? ഇനി വാങ്ങിക്കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പെങ്ങളെ എവിടെയാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം മുകളിലത്തെ റൂമിലാണെന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര അവിടെ നിന്ന് ഓടിയിറങ്ങി ഏട്ടാന്ന് പറഞ്ഞ് വരികയാണ്. അന്നേരം ഇവനെ ഒരു അടി കൂടിയും കൊടുത്തിട്ട് അവനെ അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ട് അപ്പോൾ ചന്ദ്ര ഓടി ചെന്ന് ഏട്ടാന്ന് പറഞ്ഞ് അങ്ങ് പിടിക്കുന്നുണ്ട്. അന്നേരം പേടിക്കേണ്ട ഞാൻ എത്തിയെന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. പക്ഷേ അവൻ ലാസറാണെങ്കിൽ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ കത്തി ഇങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷേ ശിവന് ശ്രദ്ധിക്കുന്നില്ല. ശിവൻ ഇങ്ങനെ ചന്ദ്രയെ കണ്ടാൽ ചന്ദ്രയെ ആശ്വസിപ്പിച്ച് നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു ഇതാണെങ്കിൽ ശിവൻ തടയുമായിരിക്കും മിക്കവാറും. അതിനുശേഷം ശിവനൊന്നും സംഭവിക്കില്ലായിരിക്കാം. എന്താണെന്നുള്ളത് നമുക്ക് ബാക്കി എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.